ഹലോ ട്രേഡേഴ്സ്, ഇന്ന് നമുക്കുണ്ടായിരുന്ന ട്രേഡിലേക്കൊക്കെ പോയി നോക്കാം. ഇന്ന് ഞാൻ രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലെവൽസ് ഏതൊക്കെയാണെന്ന്. മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ പോണ ലെവൽസ് ഓൾറെഡി ഇന്നൊരു 400 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് ആയിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലെവൽസിൽ തന്നെയാണ് ഇത് വർക്ക് ആയിക്കണതും എന്ന്. പിന്നെ എല്ലാവർക്കും അറിയണ പോലെ നമ്മുടെ റൂൾസാണത്. ആദ്യത്തെ 2 ട്രേഡ് നമുക്ക് വന്നത് എസ്എല്ലായിരുന്നു. കുറച്ച് മൂവ് ചെയ്തെങ്കിലും പിന്നെ എസ്എല്ലിക്കാണ് പോയത്. അത് പിന്നെ അതേ സ്ട്രൈക്കിൽ തന്നെയായിരുന്നു പിന്നെയും പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സെയിം സ്ട്രൈക്കിൽ ബാങ്ക് നിഫ്റ്റി 52,200 സിയും നിഫ്റ്റി 24,300 സിയും. അതിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലൊരു 50 പോയിൻറ്റ് പ്ലസ് പ്രോഫിറ്റും നിഫ്റ്റിയിലൊരു 20 പ്ലസ് പോയിൻറ്റിൻ്റെ പ്രോഫിറ്റും. പിന്നെ അതിന് മാത്രം ട്രേഡ് പിന്നെ വന്നിട്ടില്ല. നമ്മുടെ ലെവൽസിൽ പിന്നെ നിൽക്കണതാണ് കാണുന്നത്. നിഫ്റ്റിയിൽ നമ്മുടെ ലെവൽസിൻ്റെ അടിയിലായിരുന്നു, പക്ഷേ അതേ സമയം കണ്ടില്ലേ ബാങ്ക് നിഫ്റ്റി മുകളിലാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരു ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസിൻ്റെ മുകളിലും നിഫ്റ്റി സപ്പോർട്ടിൻ്റെ അടിയിലും ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട് ദിശയിൽ പോകുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എസ്എല്ലുകളൊക്കെ വരണത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവൽസിലേക്കൊക്കെ ഒരുമിച്ച് രണ്ടുപേരും വരുന്ന സമയത്ത് ട്രേഡ് ചെയ്യാമെന്നാണ്. പിന്നെ നമുക്ക് ട്രേഡുകൾ വന്നിട്ടുണ്ട്, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് പിന്നെ വന്നിട്ടില്ല. ഞാൻ പിന്നെ ഇന്ന് നോക്കി ചാർട്ടൊക്കെ 5 മിനിറ്റിൻ്റെ ചാർട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ട്രേഡ്സ് ഇത്തിരി കുറഞ്ഞ് വന്നതെന്ന്. നമുക്ക് ഈ 2 സ്ട്രൈക്കിൽ പിന്നെ പി ഇ ഇതേ സെയിം 2 സ്ട്രൈക്കിൽ തന്നെയായിരുന്നു ട്രേഡ്. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ നിഫ്റ്റി 24,300 സി എബോ 202ൻ്റെ മുകളിൽ പോകുമ്പോൾ മേടിക്കാൻ വേണ്ടായിരുന്നു ഞാൻ 11:33. നമുക്ക് ആ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കുക. 24,300 സി കേട്ടോ. $202 പ്രൈസിനാന്ന് പറഞ്ഞു ഞാൻ. $202. $202 പ്രൈസിലേക്ക് വന്നിട്ടില്ല മാർക്കറ്റ്. അടിയിലേക്ക് ഡൗൺ ആവുക ചെയ്തായിരുന്നു. നമുക്ക് പിന്നെയും കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, സിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 24,300 പി നോക്കി നോക്കാം. $24,300 പി 11:35 പറഞ്ഞത്. 183ൻ്റെ മുകളിൽ പോകുമ്പോൾ മേടിക്കാൻ. അതായത് ഈ ക്യാൻഡിൽ ഇവിടെ നിൽക്കുന്ന സമയത്താണ് പറയണ്ടായിരുന്നത്. അതായത് ഈ ഭാഗങ്ങളിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടി, പക്ഷേ സെല്ലേഴ്സിനെ കണ്ടില്ല. പക്ഷേ ബ്ലാസ്റ്റിങ് ട്രേഡായിരുന്നു അത്. 183 263 വരെ പോയിണ്ടാകും. പക്ഷെ നമ്മൾ സെല്ലേഴ്സിനെ നോക്കി നിന്നുകൊണ്ട് അത് കിട്ടിയില്ല. മെയിൻ പ്രശ്നം ഇതിൻ്റെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കണ കാരണം കൊണ്ട് ഇഷ്യൂസാണ് ഇതൊക്കെ സംഭവിക്കണത്. നമുക്ക് നാളോട്ട് അത് ശരിയാക്കാൻ പറ്റും എന്ന് ഞാൻ ടോട്ടലി ഇന്നൊരു 5 മിനിറ്റ് നോക്കിയത്. അതുകൊണ്ടാണ് ബ്ലാസ്റ്റിങ് ട്രേഡായിരുന്നു. പക്ഷേ നമ്മളുണ്ടായിരുന്നില്ല എന്നുള്ളൂ. അങ്ങനെയായിരുന്നു കുറേ ട്രേഡുകൾ വന്നു. പിന്നെ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്. കോൾസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ സ്ട്രൈക്കർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അവിടേക്ക് പിന്നെ ടെസ്റ്റുകളൊന്നും വന്നിട്ടില്ല. അതായിരുന്നു ഇന്നത്തെ ട്രേഡ്. വലിയ നല്ലൊരു ട്രേഡിങ് ദിവസം അല്ലായിരുന്നു. മെയിനായിട്ട് പറയാനുള്ളത്, ഇതിൽ ഞാനിപ്പോൾ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്നലെ ഫോറക്സ് മാർക്കറ്റിലായിരുന്നു. ഫോറക്സ് ക്രിപ്റ്റോ, അത് ബിറ്റ് കോയിനും എത്രയുള്ള ട്രേഡുകൾ. ബിറ്റ് കോയിൻ എത്രയാണ് അത് നമ്മൾ ചെയ്യണത് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ്. അത് ലീഗലി ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ തന്നെ ട്രേഡ് എടുക്കാം. മെയിനായിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ടായാലും ഫ്യൂച്ചേഴ്സ് ഉണ്ടായാലും. അപ്പോൾ അതിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും.
പ്രീമിയം വില കുറവിന് കിട്ടും. അതെല്ലാ ഓപ്പർച്യൂണിറ്റിയും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെ കിട്ടുന്നു. ഡെൽറ്റ ഗാമ തീറ്റ വേഗ അതൊക്കെ അതിലുണ്ട്. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണാൻ പോലത്തെ ഒരു സ്ട്രാഡിൽ ട്രേഡിംഗ് ആണ്. നമ്മൾ കോളും പുട്ടും മേടിക്കുക, എന്നിട്ട് ഹോൾഡ് ചെയ്യുക ചെയ്യണത്. മെയിനായിട്ട് നമ്മളൊരു 15 to 20 ദിവസം 30 ദിവസത്തേക്ക് മേടിക്കുകയാണ് ചെയ്യുന്നത്. BTCനെയും എത്രലിയത്തിനെയും കോൾ സൈഡത്തെയും പുട്ട് സൈഡത്തെയും സെയിം സ്ട്രൈക്ക്, അല്ലെങ്കിൽ അറ്റ് ദ മണി ഔട്ട് ഓഫ് ദ മണി അറിയുമ്പോൾ ഉണ്ടോ അറ്റ് ദ മണി തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക. ബിറ്റ് കോയിനിൽ എൻ്റെ ഒരു കണക്കൂട്ടലിൽ ബിറ്റ് കോയിനിലൊക്കെ ഞാൻ കാണുന്നത് ഒരു 5000 to 8,000 പോയിൻറ്റിൻ്റെ റണ്ണാണ് ഏത് സൈഡിക്കാണെങ്കിലും. എത്രലിയത്തിലൊരു 300 to 500 പോയിൻറ്റിൻ്റെ റണ്ണ്. ഓൾറെഡി അതൊക്കെ കുറേയൊക്കെ അച്ചീവ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പിയും സിയും മേടിച്ചിട്ട് എന്താ ഇപ്പോൾ ഇത്ര കാര്യം. പിയും സിയും മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇതിൽ ഈ ഫോറക്സ് ക്രിപ്റ്റോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണ്. അത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ പോലെ ഒന്നുമല്ല. ബാങ്ക് നിഫ്റ്റി ഒരു മാസം ഓടണം ചിലപ്പോൾ 2000 പോയിൻ്റ് ആവും. ബിറ്റ് കോയിൻ അത് ഓടണം 2000 പോയിൻ്റ് ഒരു ദിവസം ഓടും. അപ്പോൾ അത്രയും മൂവ്മെൻ്റ് ഉള്ള മാർക്കറ്റിൽ നമുക്ക് ഈസി ആയിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റും. അതൊരു ട്രിക്കാണ് സംഭവം. അത് നമുക്ക് ചിലപ്പോൾ വേറെ എവിടെയോ ആൾക്കാർ ചെയ്യേണ്ടതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ. പിയും സിയും മേടിച്ചിട്ട് ആരും ട്രേഡ് ചെയ്യണ പരിപാടി ട്രേഡ് ചെയ്യണ്ടാവില്ലേ. എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് മേടിക്കുക. അതിപ്പോൾ എനിക്കും പറ്റും കറക്റ്റായിട്ട്. നമ്മൾ ഇതേ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് അതിലും പറ്റും. പിന്നെ ഞാൻ എന്താ അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്കറിയാമല്ലോ $4,000 $5,000 ഒരു സൈഡിലേക്ക് മേടിക്കാൻ വേണ്ടത്. ഇതിൽ ചെറിയ ലോട്ടം മേടിക്കാം, $400 മേടിക്കാം, $40 മേടിക്കാം, $4 മേടിക്കാം. ഈ 4000-നെ പാർട്സായിട്ട് മേടിക്കാൻ പറ്റും. അതിന് നമ്മൾ ഇറക്കണ എമൗണ്ട് വലുതായതുകൊണ്ട് റിസ്ക്കും വലുതായത്, പ്രോഫിറ്റും വലുതായത്, ഇപ്പം എല്ലാം വലുതായതുകൊണ്ടാണ് 2 സൈഡിലേക്ക് മേടിക്കണത്. അത് തോന്നിയ സ്ഥലത്ത് പോയി മേടിക്കലും പരിപാടിയൊന്നുമില്ല. നമുക്ക് അതിന് കറക്റ്റായിട്ടുള്ള ലെവൽസുകളുണ്ട്. അതാണ് പറഞ്ഞു തരുന്നത് ഞാൻ. ആ ലെവൽസിൽ നമ്മൾ കറക്റ്റായിട്ട് മേടിക്കുകയാണെങ്കിൽ, അതായത് വിത്തിൻ ഒരു 10 days അല്ലെങ്കിൽ 15 days അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് പ്രോഫിറ്റ് അച്ചീവ് ആവുന്ന രീതിയിലുള്ള ട്രേഡിങ്ങാണ്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് ഒന്നുമല്ല. $4,000 എൻട്രി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടാൻ പോണത് ഒരു $2,000 പ്രോഫിറ്റ് ആയിരിക്കും. അതിൽ 1-2 ലക്ഷത്തിൻ്റെ അടുത്ത് പ്രോഫിറ്റ് വരും. അതിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണ എമൗണ്ട് എത്രയാണോ അതിനനുസരിച്ചാണ് പ്രോഫിറ്റ്. മാക്സിമം ഒരു 10% പ്രോഫിറ്റ് എടുക്കുക. നിങ്ങൾ 5 ലക്ഷം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 പ്രോഫിറ്റ് എടുക്കുക. 10 ലക്ഷം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം പ്രോഫിറ്റ് എടുക്കുക. നിങ്ങളിപ്പോൾ 10,000 രൂപ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,000 രൂപ പ്രോഫിറ്റാണ്. അത്ര ചിന്തിക്കാവുള്ളൂ. പിന്നെ എല്ലാവർക്കും നടക്കും ഈ സ്ട്രാറ്റജി കേട്ടോ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെവൽസിൽ വരുമ്പോഴാണ് ഇത് റിയാക്ട് ചെയ്യുള്ളൂ. അല്ലാണ്ട് എല്ലാ ലെവൽസിലും ഏതെങ്കിലും ഒരു സെല്ലിൽ പോകണമെന്ന് മേടിച്ചിട്ടൊരു കാര്യമില്ല. എൻ്റെ ഉള്ളിൽ അതിന് പർട്ടിക്കുലർ ലെവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലാണ് അവിടെ കറക്റ്റ് റിയാക്ഷൻ വന്നിട്ട് പ്രൈസ് എത്ര ദിവസം കൊണ്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാം എത്രയും ഞാൻ ഉണ്ടായിരുന്നു $200 മേടിക്കാൻ. അതായത് $400 ഉള്ളവർക്ക് എത്രയും മേടിക്കായിരുന്നു. 3,400-ൻ്റെ December 13 എക്സ്പയറി $200 വെച്ച് മേടിക്കാൻ. അതിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു പ്ലാറ്റ്ഫോം വരുന്നത്, ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ. ഇതിലെല്ലാ കോയിൻസും ഉണ്ട്. ഇത് വരെ ഇറങ്ങിയ എല്ലാ കോയിൻസും ഇതിൽ കിട്ടും. അതിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസും കിട്ടും. ഇത് നമുക്ക് കാണാം. BTCയും എത്രയും മാത്രമേ ഉള്ളൂ ഓപ്ഷൻസായിട്ട് ഒരു കൊണ്ടുവന്നുകൊണ്ട് BTCക്ക് എത്രയതിന് മാത്രമാണ്. ഫ്യൂച്ചേഴ്സ് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഞാൻ പറയണത് 13 ഡിസംബറിലത്തെ കാര്യമാണ് പറഞ്ഞത്. 13 ഡിസംബർ എല്ലാ ഓപ്ഷൻസും കിട്ടുകയിൽ അതിൽ 3,400 സ്ട്രൈക്ക് എത്രലിയത്തിൽ 3,400-ൻ്റെ പിയും സിയുടെയും കാര്യം പറഞ്ഞത് ഞാൻ. ഇപ്പോൾ നമുക്ക് കാണാം 3,400-ന് $292 സിക്കും $165 പിക്കാണ് ഇപ്പോഴത്തെ വില. ഞാൻ മേടിക്കാൻ പറഞ്ഞത് രണ്ടും $200 കറക്റ്റ് നമ്മുടെ പ്രൈസിന്. ഞാൻ പറഞ്ഞായിരുന്നു അത് ട്രിഗർ ആയിട്ടുണ്ട്, ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ ഒരു വൈകിട്ട് നമ്മൾ കേട്ടുണ്ടായിരുന്നു $50 പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം $291, ഒരെണ്ണം $165. ഏതാണ്ട് ഇപ്പോൾ ഒരു $70-75 ഇപ്പോഴും പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഇത് സ്റ്റിൽ 100 പോയിൻറ്റിൻ്റെ റണ്ണിനാണ് കേട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ എത്ര ഇതിൻ്റെ വില നമുക്ക് ഇവിടെ കാണാം, 3,500. ഞാൻ 3,400-നാണ് മേടിക്കാൻ പറഞ്ഞത്. ഇപ്പം നിൽക്കുന്നത് 3,500.
100 പോയിൻ്റ് അത് ഓടിയിട്ടുള്ളൂ. എൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 to 500 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റാണ്. അപ്പോൾ അതിനർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 to 300 അല്ലെങ്കിൽ $400 പ്രോഫിറ്റ്. അത്രയും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്. ഇന്ത്യൻ മാർക്കറ്റിനേക്കാളും ഒരു 10 ഇരട്ടി വലിപ്പമുള്ള മാർക്കറ്റാണ് ക്രിപ്റ്റോയുടെ മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ്. അതിൽ ബി ടി സി അതിലൊരു വലിയൊരു ഭീമൻ തന്നെയാണ്. ബിറ്റ് കോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനും മാത്രം പ്രോഫിറ്റ് വരുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. നമുക്ക് ചെറിയ ലോട്ടുകൾ പഠിക്കാൻ പറ്റും. ചെറിയ ലോട്ടിന് അതായത് ഇതിൻ്റെ ബേസിക് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുള്ള ക്യാപിറ്റലിൻ്റെ ഇത്ര ശതമാനമാണ് പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾ 10 ലക്ഷത്തിന് കൊണ്ടുവരികയാണെങ്കിൽ 10 ലക്ഷത്തിന് മേടിക്കാം. പക്ഷേ അതിൻ്റെ ഇത്ര ശതമാനമാണ് പ്രോഫിറ്റ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടി ഇങ്ങനെ പോകുന്നുള്ളൂ, അത് കറക്റ്റായിട്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ടാക്ടിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ PE ഹോൾഡ് ചെയ്യലാണ്. കറക്റ്റ് അഡ്ഡ മണി മേടിക്കണം, ഹോൾഡ് ചെയ്യണം. പ്രത്യേക ലെവലുകളുണ്ട്. വെറുതെ വായ തോന്നിയ പോലെ മേടിച്ചിടാനൊന്നും പറ്റില്ല ഇതിലൊന്നും. ഇതിപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ട്. PE മേടിക്കാൻ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനതിൽ കണ്ടതിൽ നമുക്ക് അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ലക്ഷ്യമാണ് ഇങ്ങനത്തെ ഒരു ടാക്ടിക്സിലേക്ക് എത്തിയത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു മാർക്കറ്റാണ് ഫോറക്സ്. അത് നമ്മുടെ കയ്യിലേക്ക് അത്രയും ട്രസ്റ്റബിളായിട്ട് ഗവൺമെൻറ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലാറ്റ്ഫോമാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന പിന്നത്തെ ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ ഇത്രയൊക്കെ കാശ് ഉണ്ടാക്കുന്നുണ്ടോയെന്ന്. ഒരിക്കലും ഇല്ല. ഞാൻ ഈ കാശൊന്നും ഉണ്ടാക്കണേ ഇല്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ പറഞ്ഞ കേട്ട് പരിചയമുള്ള സംഭവമൊന്നുമല്ല. സെബി രജിസ്റ്റേർഡ് ഉള്ള ആൾക്കാരുണ്ട്, സെബി രജിസ്റ്റേർഡ് അല്ലാത്ത ആൾക്കാരുണ്ട്, കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കോഴ്സ് വിറ്റ് ജീവിക്കുക എന്നുള്ള സെറ്റപ്പല്ല. കോഴ്സ് അല്ല വിൽക്കണം ഞാൻ. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് തന്നെ അറിയണം, കുറേ വാർത്തകൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. സെബിയുടെ കണക്ക് പ്രകാരം 97% ആൾക്കാർ ലോസില്ല. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ആരും പിടിപ്പിക്കണില്ല. ആണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അപ്പോൾ പ്രോഫിറ്റ് വരുന്നുണ്ട്. ഈ പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാവണത്? കറക്റ്റ് റിസ്ക് റിവാർഡ് ഉണ്ടായാലും അത് ഉണ്ടാകാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കുക. നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുത്തോ, ഒരു ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് നിങ്ങൾ വിചാരിച്ചു, അതിൽ നമ്മൾ എടുക്കുകയാണ്. ആ ടൈമിൽ നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഞാൻ കാണാറുള്ളതിനാണ്. ഞാൻ കുറേ വാട്സപ്പിലും കുറേ ടെലിഗ്രാമിലൊക്കെ ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ സ്റ്റോപ്പ് ലോസും റിവാർഡും ഭയങ്കര വിഷയം. ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഇടും, 20 പോയിൻറ്റ് ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കും. അങ്ങനെയല്ല ട്രേഡിങ് ഒരിക്കലും. നമ്മൾ 20 പോയിൻറ്റ് വെച്ചാലും 30 പോയിൻറ്റ് വെച്ചാലും 40 പോയിൻറ്റ് വെച്ചാലും നമ്മൾ എടുക്കുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 1:3 എങ്ങനെ എടുക്കാൻ പറ്റണം. നിർബന്ധമായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടാണ് ട്രേഡ് ചെയ്യണം. ഞാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ ടെക്നിക്കിന് സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യമില്ല. ആ ടെക്നിക്കല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ നടക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം പറയണം ഞാൻ. അപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസൊക്കെ ഈസി ആയിട്ട് കണ്ടായി പോകും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലർ ലെവൽസ് ഞാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും ആ ലെവൽസിൻ്റെ നിങ്ങളുടെ റൂൾസിന് അഗെയിൻസ്റ്റ് പോവുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങുക. അത് ഫസ്റ്റത്തെ റോള്. രണ്ടാമത്തെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പ് ലോസിന് അനുവാദമായിട്ട് തന്നെ നിങ്ങൾ പ്രോഫിറ്റ് എടുക്കാൻ നോക്കണം. അതാണ് പറഞ്ഞാൽ 1:3. നിങ്ങൾ 30 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഉണ്ട്, 20 സ്റ്റോപ്പ് ലോസ് ഇടണം. ഏതാണ് 20 പോയിൻറ്റ് ഇട്ടാൽ 100 പോയിൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ 60 പോയിൻറ്റ് എടുക്കണം. ഞാൻ മാക്സിമം പറയാറ് 1:5 ആണ് പറയാറ്. അപ്പോൾ 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ 100 പോയിൻറ്റ് പ്രോഫിറ്റ്, 30 പോയിൻറ്റ് ഇട്ടാൽ 150 പോയിൻറ്റ് പ്രോഫിറ്റ്. അങ്ങനെയാണ്. അത് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് നിലനിൽക്കാൻ പറ്റില്ല. അത് വലിയൊരു ഇഷ്യൂ ആണത്. പിന്നെ ട്രേഡിങ് പഠിപ്പിക്കുക. ഞാൻ എൻ്റെ ഒരു ചാനലിനോട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ് പഠിക്കാൻ നിങ്ങൾക്ക് പല സ്ഥലങ്ങളും നമുക്ക് കിട്ടും. നിങ്ങൾക്ക് എന്നേക്കാളും ചിലപ്പോൾ അറിവുണ്ടാവാൻ സാധ്യതയുണ്ട് ട്രേഡിങ്ങിൽ. ചിലർക്ക് ഒട്ടും അറിവില്ലാത്തവരുണ്ടാവും. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അത് ഒരാളെ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റൊക്കെ ഉണ്ട് ഇതിനൊക്കെ. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് 40,000 50,000 കൊടുത്തിട്ട് പഠിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ കാര്യം? പിന്നെ അതാണ് പറയുന്നത്. ഇതിനുള്ള സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാലേ ഉള്ളൂ ഇതിനുള്ള ട്രേഡിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കാര്യമായിട്ട് വീട്ടിലിരുന്നിട്ട്. ചിലവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീറ്റയും കാമ്യം വരെ അറിയില്ല. ഈ തീറ്റയും കാമ്യമാണ്. സെല്ലേഴ്സ് എന്താണ്, തീറ്റയും കാമ്യം എന്താണ്,
നിങ്ങൾ ക്യാൻഡിൽസിനെ കുറിച്ച് പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ലേ. ക്യാൻഡിൽസ് എല്ലാം പഠിച്ചുകൊണ്ട് നിങ്ങൾ വലിയ ട്രേഡറൊന്നും ആവില്ലേ എവിടെയും. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യണതാണ്. സെല്ലേഴ്സിൻ്റെ ആംഗിളിക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണ കാര്യങ്ങളാണ് ഈ തീറ്റിങ് ആമയൊക്കെ. അല്ലാണ്ട് ബൈയിങ്ങിന് വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല ഓപ്ഷൻസ്. അത് ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഓപ്ഷൻസ്. അത് നമ്മൾ ബൈയിങ് ചെയ്യണമെന്ന് എന്ന് മാത്രം. നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാം, അതിന് എന്തൊക്കെയാണ് നോക്കേണ്ടത്, അതിനെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. സീറോ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടുള്ള പരിപാടിയാണ് ഞാൻ പറയണത്. നമ്മളൊരു ഇൻഡിക്കേറ്റേഴ്സ് ഒരു യൂസ് ചെയ്യണില്ലേ, വേറൊരു പ്രൈസ് ആക്ഷൻ്റെ തിയറി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. നിങ്ങൾ കുറേ പ്രൈസ് ആക്ഷൻസൊക്കെ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും, പല സ്റ്റോറീസും കണ്ടാവും. ഒരു സ്റ്റോറി കണ്ടോന്നൊന്നും ഒന്നും ആവില്ല. ഇപ്പോൾ ഈ വീഡിയോ കേട്ടോണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ അത് മനസ്സിലാക്കി തരുന്ന ആൾക്കാരുടെ അടുത്ത് പഠിക്കണം, അത് നല്ല കാര്യമുള്ളൂ. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിനും ഫോറക്സ് മാർക്കറ്റിനും രണ്ട് വ്യത്യാസമാണുള്ളത്. ഫോറക്സ് എന്ന് പറഞ്ഞാൽ ട്രില്യൺസ് കൊടുക്കുന്ന മാർക്കറ്റാണ്. അവിടുത്തെ ടാക്ടിക്സ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയണത്. ഇത് മാത്രമല്ല ടാക്ടിക്സ് അതിൻ്റെ ഉള്ളിൽ ഇത്. പക്ഷെ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് നമുക്ക് പ്രോഫിറ്റേ വേണ്ട. അപ്പോൾ പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ട്രേഡിങ് വന്നാൽ മതി. നിങ്ങൾ ബാക്കിയൊക്കെ മാറ്റി നിർത്തിക്കുക, പ്രോഫിറ്റ് മാത്രം നോക്കുക, ട്രേഡിങ്ങിക്ക് വരിക. അങ്ങനെയാണെങ്കിൽ ഈ ടെക്നിക്കാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഒരു സൈഡിലേക്ക് മേടിക്കണു $4000 അല്ലെങ്കിൽ $400 നിങ്ങൾ ഒരു സൈഡിലേക്ക് മേടിച്ചു, മേടിച്ചു. ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് എങ്ങനെ പോയിട്ടുണ്ടാവും $100. ഈ $100 പോയാൽ നിങ്ങളുടെ ആകെ ഉണ്ടാവും $500 ആവും. അതിൽ $100 കഴിക്കും, ബാക്കി $400 ഉണ്ട്. അടുത്ത ട്രേഡ് എടുക്കാൻ കാശ് ഉണ്ടാവില്ല. പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലത്തെ. ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ പോലത്തെ സംഭവമല്ല. നിങ്ങൾ എപ്പോഴും കാശിരിക്കില്ലേ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതിൽ ഇത്തിരി സ്മാർട്ട് ട്രേഡിങ് ആയിരിക്കണം ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ. അതിനാണ് ഈ ഓപ്ഷൻസ് കാണിച്ചതെന്ന് ഞാൻ നിങ്ങൾക്ക്. ഇത് ബിറ്റ്കോയിൻ്റെ ആണ്. ബിറ്റ്കോയിനിൽ ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ളത്. ഡെയിലി എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ വീക്കിലി മന്ത്ലി അങ്ങനെയൊക്കെ ഉണ്ട്. വീക്കിലി മന്ത്ലിയൊക്കെ എടുക്കുമ്പോൾ നല്ല റേറ്റാണ് ഇതിനൊക്കെ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഇപ്പോൾ കണ്ടില്ലേ, 73,000 $26,000 അതിൻ്റെ വില. $26,000 അപ്പം അത്രയ്ക്കൊന്നും ഒരാൾക്ക് മേടിക്കാൻ പറ്റില്ല. അത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മേടിക്കാൻ പറ്റിയില്ലെങ്കിലും അത് ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ടാക്ടിക്സ് അത്. പിന്നെ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ടാവും, അവരെല്ലൊക്കെ നോക്കാം. പിന്നെ ഇതിൻ്റെ വിദഗ്ധർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യനെ കുറിച്ചിട്ട്, അതും നോക്കാം. എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാനൊരു റെഫറൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക. അതെനിക്കൊരു ഉപകാരം, അത്രേ ഉള്ളൂ. ക്രിപ്റ്റോയിൽ ഞാൻ ചെയ്തൊരു ടാക്ടിക്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വീഡിയോ ചെയ്തതെന്ന്. നമുക്ക് ഒരു ട്രേഡുകൾ ബാങ്ക് നിഫ്റ്റിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് കാരണം 5 മിനിറ്റിൻ്റെയാണ് ടൈം ഫ്രെയിം നോക്കി തന്നെ ടോട്ടല്. അപ്പോഴാണ് നമുക്ക് ട്രേഡുകൾ കിട്ടാണ്ടിരുന്നത്. അത് നമുക്ക് നാളെ ശരിയാക്കാം. പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലെ അത് 900 പോയിന്റ് കയറിയിട്ട് പിന്നെ അവിടെ തന്നെ നിൽക്കുക ചെയ്തത്. വലിയ മൂവ്മെൻറ്റുകളൊന്നും ബാങ്ക് നിഫ്റ്റിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ചില ട്രേഡുകൾ കിട്ടാണ്ടിരുന്നു. നമ്മുടെ റൂൾസ് പ്രകാരം വന്ന കുറച്ച് ട്രേഡുകളിൽ നമുക്ക് എൻട്രി മിസ്സിങ് വന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ടെലിഗ്രാം ഒന്ന് ഷെയർ ആക്കുക. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയുള്ള ട്രേഡേഴ്സ് ഇന്നത്തെ ട്രേഡിങ്. നാളെ നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.